ഹായ്, എല്ലാവർക്കും നമസ്കാരം. കലിംഗ ഡിസൈനിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസ് വെട്ടി വച്ചിട്ടുണ്ടായിരുന്നു. അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൈ അറ്റാച്ച് ചെയ്യണം. ലൈനിങ് ആയിട്ട് എല്ലാ സൈഡും അറ്റാച്ച് ചെയ്തെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ കൈയാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ച് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നീക്കിയിട്ട് തുണി ഇച്ചിരി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. തുണിക്ക് കൂട്ടിയിട്ട തുണികളൊക്കെ ലൈനിങ് കറക്റ്റ് അളവിലാണല്ലോ നമ്മൾ എടുത്തായിരുന്നു. അതിനേക്കാൾ ഈ തെന്നി പോകുന്ന തുണികളൊക്കെ പൊടിക്ക് കൂട്ടിയിട്ടേ വെട്ടാറുള്ളൂ. അപ്പോൾ ഉള്ള ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടി കളഞ്ഞു. അതിനുശേഷം നമ്മൾ കൈയുടെ അടിവശം അരയിഞ്ച് വെച്ച് 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടായാലും അത് നമ്മളിങ്ങനെ മടക്കി അടിക്കുകയല്ല, ഇത് ഹെം ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള ഒരു രണ്ടടിപ്പ് കുറച്ച് നീക്കിയിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചു വയ്ക്കുകയാണ്. ഹെം ചെയ്യാനുള്ളതാണിത്. അടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിവിടെ 6 ഇഞ്ചാണ് കൈ വേണ്ടത്. 1/2 ഇഞ്ച് മുകളിലെ കൈ തുമ്പിലിട്ടേക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബോഡി പാർട്ട് എല്ലാം ഞാൻ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ അത് അതിൻ്റെ മുകളിൽ വെച്ച് നല്ല വശം വെച്ച് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ച് വേറെ ഒന്നുമില്ല ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ചീത്ത വശത്ത് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യണം. ചീത്ത വശം നോക്കി അതിനകത്തേക്ക് ഇങ്ങനെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ സൈഡും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സൈഡൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കഴുത്തടിക്കുന്ന വേണമെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് കാണിച്ചു തരാം. ഇത് ബാക്കിൻ്റെ നമ്മൾ ബാക്കിത്തെ എല്ലാ സൈഡും അടിച്ചു. ഇനി കഴുത്തടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വേണം അടിക്കാൻ. ഇത് ചുളിയാതെ ഇങ്ങനെ പിടിച്ച് കഴുത്തടിക്കണം. ചുളുക്ക് വരരുത് അടിക്കണം. ചുളുക്ക് വന്നാൽ നല്ല വശത്ത് അത് ഇങ്ങനെ ചുളുങ്ങി കൂടി കിടക്കും തുണി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്ട്രാ കുറച്ച് ഈ പീസുകളൊക്കെ വരുന്നതൊക്കെ നമ്മൾ കറക്റ്റാക്കി നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ കറക്റ്റായിട്ട് വെട്ടിക്കളയണം. എല്ലാ സൈഡും വെട്ടിക്കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാ ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം മെയിൻ ടക്ക് അടിക്കുകയാണ്. 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ടക്ക മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷേപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട് ടക്കിന്. ചെറിയൊരു വളവ് ഷേപ്പ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡിലേക്കുള്ള ഈ ടക്കാണ്
ഈ ടക്ക് കുറച്ച് മേളിലായിട്ടാണ് വരുന്നത്. ഈ ടക്കിനേക്കാളും ഒരു 4 ഇഞ്ചിലാണ് ആ ടക്ക് അടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കഷത്തിലേക്കുള്ള ഈ ടക്കാണ് അടിക്കണം. 1/2 ഇഞ്ച് പിടിച്ചാണ് ആ ടക്ക് അടിക്കേണ്ടത്. ഈ നാലാമത്തെ ടക്ക് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നതിന് നേരെയാണ്. അതൊരു ചെറിയ 4 ഇഞ്ച് പോലും എടുത്തിട്ടില്ല. അതിൻ്റെ നാലാമത്തെ ടക്ക് അടിക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി ഒരു പോയിൻ്റ് എടുത്തിട്ടാണ് അടിച്ചേക്കണത്. ഒരു പോയിൻ്റ് ഇതിലാണ് നാലാമത്തെ ടക്ക് അടിക്കേണ്ടത്. എല്ലാത്തിനും 2 അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്തിൻ്റെ ടക്കുകളെല്ലാം അടിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പുറ സൈഡും കൂടി അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 സൈഡും ഇത് അടിച്ച് ടക്കടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വഞ്ചി, താഴെയുള്ള വഞ്ചിയുടെ ഭാഗം അടിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് 3 പീസ് നല്ല ലൈനിങ്ങിൻ്റെ ഭാഗത്തെ വഞ്ചി പോലത്തെ 3 പീസ് ലൈനിങ് എടുത്തിട്ടുണ്ട്. 2 പീസ് നല്ല തുണി, അങ്ങനെ 3, 2, 5 പീസിലാണ് അടിച്ചു പോകുന്നത്. കാരണം അടിയിൽ ഒട്ടും കനമില്ലാതെ ഇരുന്നാൽ സാരി ബ്ലൗസ് ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അടിവശത്ത് നല്ല കട്ടി വേണം. അപ്പോൾ ഇത് ഈ നല്ല വശം രണ്ടും നല്ല 2 വശങ്ങളാണ് കൂട്ടി യോജിപ്പിച്ച് വച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അടിക്കുക. ഇതിൻ്റെ മുകളിൽ ഏറ്റവും അടിയിലാണ് ലൈനിങ് വെച്ചേക്കുന്നത് 3 പീസും. അതിനുശേഷം ഇതിങ്ങനെ നേരെ തിരിച്ചിടുക. ലൈനിങ്ങിൻ്റെ വശങ്ങളെല്ലാം ഇങ്ങോട്ടും ഈ അകത്തോട്ട് പോകേണ്ട വശത്തേക്ക് നമ്മൾ പതിച്ചടിക്കണം. അതിനുശേഷം ഈ അടിച്ച വശം അകത്തോട്ട് വരേണ്ടതാണ് നമ്മുടെ. അപ്പം നല്ല വശത്ത് ഈ അടിപ്പ് കാണാൻ പാടില്ല. ഈ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മുടെ ടക്ക് ഇങ്ങനെ ഒന്ന് കോണിച്ച് വെച്ചതിന് ശേഷം വേണം ഇവിടെ അടിച്ചു പോകാനായിട്ട്. ടക്ക് ഫുള്ളായിട്ട് അടിച്ചു പോകരുത്. ഇതിൻ്റെ വളവ് വരുന്നതിനനുസരിച്ച് തന്നെ വേണം താഴത്തെ തുണിയിൽ അടിച്ചു പോകാൻ. നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പുറ സൈഡിൽ കൂടെ കാണിച്ചു തരാം, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇത് ഞാനിങ്ങനെ കോണിച്ച് വെച്ച വശം
കണ്ടോ, കോണിച്ചീൻ്റെ മുകളിലോട്ട് വെച്ചപ്പോൾ ഒരു സൈഡിലാണ് ഇതിൻ്റെ കയറുള്ളൂ. ഇത് നേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പതിഞ്ഞിരിക്കും. നമ്മളിപ്പോൾ 2 അടിപ്പടിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ വഞ്ചി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരേണ്ടത്. അപ്പുറത്തെ സൈഡും അതുമാതിരി തന്നെ അടിച്ചെടുക്കണം. നമ്മൾ രണ്ടാമത്തെ വഞ്ചിയുടെ ഇതടിച്ചു. താഴെയുള്ള ഭാഗത്തിന് വഞ്ചി എന്നാണ് പറഞ്ഞത്. ആ താഴെയുള്ള ഭാഗം അടിച്ചു. അതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ വച്ച് നോക്കണം ഏത് വശമാണ്. അറിയാൻ പാടില്ലാത്ത ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ അടിക്കുമ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ വശമാണ് ഇതിൻ്റെ നല്ല വശത്തേക്ക് തന്നെ. അപ്പോൾ ഇത് ബാക്ക് വശത്തേക്ക് തന്നെ നമ്മൾ അടിച്ച് ഇത് ചെയ്യണം. തയ്യൽ തുമ്പും ഇങ്ങോട്ടേക്ക് ഇട്ടതിന് ശേഷം എടുക്കാം. ഇത് എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ടക്ക് ഇങ്ങനെ കോണിച്ച് വയ്ക്കണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് അടിക്കാൻ. ഇതെല്ലാം ലോക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതിൻ്റെ ലോക്കൊക്കെ ചെയ്തെടുത്തിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടും സൈഡ് കറക്റ്റ് അല്ലേന്ന് വെച്ച് നോക്കാം. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കേണ്ടത് ഇപ്പോഴാണ്. ഇതിൻ്റെയൊക്കെ എല്ലാ അടിപ്പുകളും കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് പടി അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പടി വയ്ക്കാനുള്ള പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഇച്ചിരി വീതി കൂടിയ പീസാണ് വെട്ടി വെച്ചായിരുന്നു. അത് കുറച്ച് വീതി കുറക്കണം. ഒരു സൈഡിലേക്ക് നമുക്ക് വീതി കുറഞ്ഞ പീസ് മതി. ഇത് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന പടിയാണ്. ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഹുക്ക് വയ്ക്കുന്ന പടി ഇങ്ങനെ നമ്മുടെ നേരേക്ക് ഇത് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇടത് സൈഡിൽ വരുന്ന വശത്താണ് നമ്മൾ ഹുക്ക് വയ്ക്കേണ്ടത്. ഇവിടെ ബാലൻസ് വേണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് മടക്കി ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. നമ്മളിവിടെയൊക്കെ ഫിനിഷിങ് ആയ കാരണം ഇത് കറക്റ്റ് ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ പതിച്ചടിക്കണം. പതിച്ചടിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് അകത്തേക്ക് മടക്കി അടിക്കണം. ഒരു മടക്കും കൂടി മടക്കിയിട്ട് ഇത് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ ഒട്ടും പുറമേക്ക് കാണരുത്.
കെട്ടിട്ട് അടിച്ചു കൊടുക്കണം. ഇനി രണ്ടാമത്തെ ഭാഗം എടുക്കുന്ന ഒരല്പം വലിയ പീസ് വേണം നമുക്കെടുക്കാൻ. ഇത് നമ്മുടെ വലത് കൈയുടെ സൈഡിൽ തന്നെ ഈ പീസിൽ നമ്മൾ ചീത്ത വശത്തുനിന്ന് വേണം അടിച്ച് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ. ബാലൻസ് കുറച്ച് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ബാക്കി നമ്മൾ അകത്തോട്ട് മടക്കി വേണമെന്നില്ല. ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ പതിച്ചെടുത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു മടക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തുണിയുടെ നല്ല വശത്തേക്ക് നമ്മൾ ഹുക്കിടുന്ന ഐ ബട്ടൺ തുന്നി വയ്ക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ അടിച്ചു പോകണം. ഇവിടെ നമ്മൾ കുറച്ച് ഇറക്കിയാണ് നമ്മൾ ഈ ഐ ബട്ടൺ പിടിപ്പിക്കാനുള്ള ഹുക്കിടാനുള്ള ആ സാധനം ഇറക്കിയാണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ നമ്മളിങ്ങനെ അടിച്ചു പോകും കഴുത്തിനുള്ള. അതിന് ശേഷം ഇങ്ങനെ വരാനുള്ളതാണ്. കറക്റ്റായി വെച്ചതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. അതിനുശേഷം നമ്മൾ ബാക്കായിട്ട് അറ്റാച്ച് ചെയ്യണം. നല്ല വശം കൂട്ടി വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യണം.
ഇത് ലോക്ക് ചെയ്തിട്ട് വരണം, രണ്ട് സൈഡും ലോക്ക് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കണം, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ. ഇനി ലോക്ക് ചെയ്യാനില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോണ തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി പതുക്കെ ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ലോക്കിങ് ഇല്ലാത്തവർക്കും ഇപ്പോൾ തയ്ക്കണ്ടേ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക, ഇതിങ്ങനെ രണ്ട് ഇവിടെ ഹെം ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ മടക്കി അടിച്ചിട്ട് നമ്മൾ ഹെം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഹെം ചെയ്ത് പൊക്കോളും, അപ്പോൾ വൃത്തിയായിട്ടിരുന്നോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കൈ അടിക്കാം. നമ്മളെ കൈ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ അതിങ്ങനെ നേരെ വെച്ചതിന് ശേഷം പകുതിക്കേന്ന് തുടങ്ങിയാണ് അടിച്ചു തുടങ്ങേണ്ടത്. ഇവിടെ നിർത്തിയതിന് ശേഷം തിരിച്ച് രണ്ടടിപ്പ് അടിച്ചു പോകണം. അപ്പോൾ തിരിച്ചിങ്ങോട്ട് അടിച്ചു പോകണം. നമ്മൾ കൈ അടിച്ചു. നമുക്ക് 6 ഇഞ്ചായിരുന്നു കൈയുടെ ഇറക്കം വേണ്ടത്. 6 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറം കൈ അടിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം കാണാം. നമ്മൾ കഴുത്തിലേക്കുള്ള ക്രോസ് പീസ് അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് ഇങ്ങനെ എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് രണ്ടായിട്ട് മടക്കി ക്രോസ് പീസ് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ കുറച്ച് നീക്കി ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കഴുത്തിന് ചുറ്റും ഈ ക്രോസ് പീസ് വെച്ചൊരു 4 ഇഞ്ചില്ല, 4 ഇഞ്ചിൽ കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ അടിച്ചു പോകണം ചുറ്റും. കഴുത്തിൻ്റെ അടിപ്പൊക്കെ എങ്ങനെയാണ് വന്നേക്കണേന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങനെ വളച്ച് കൊടുക്കേണ്ടടുത്ത് വളച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ വരുമ്പോഴും ഇതിൻ്റെ അകത്തോട്ട് മടക്കി വെച്ച്
സെക്യൂർ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ അകത്ത് തയ്യൽത്തുമ്പ് ഇങ്ങനെ കുറച്ച് വെട്ടിയിട്ട് കൊടുക്കണം. ഈ അടുപ്പുമ്പോൾ കൊള്ളാതെ കുറച്ച് വെട്ടി കഴുത്തിൻ്റെ വളവുകളൊക്കെ കറക്റ്റായിട്ട് വരാനാണ്. അതിനുശേഷം ഇത് തിരിച്ചിങ്ങനെ നല്ല വശത്തേക്ക് ഞാൻ ഇങ്ങനെ മറിച്ചെടുക്കുക. ഒന്ന് പതിച്ചടിക്കണം അതിൻ്റെ മേളിൽ കൂടെ. ഈ സൈഡും ഇതുമാതിരി ഇങ്ങനെ തിരിച്ചെടുക്കും. ഇതൊരു നിര നൂല് നമ്മളിത് കം ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ്. ഒരു നൂല് നമ്മളിങ്ങനെ ഇത് ചെയ്യാം. അതിനുശേഷം ഇത് ഇങ്ങനെ ഒരു മടക്ക് മടക്കിയതിന് ശേഷം ഒരു മടക്കും കൂടി അകത്തോട്ട് മടക്കുക. ഫിനിഷിംഗ് ആയിട്ട് പുറത്തേക്ക് ഒട്ടും വരാത്ത രീതിയിൽ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്കിടെ ഇട്ട് വലിക്കുക. അപ്പോൾ അവിടെ ലോക്കാവും. ലോക്കായതിന് ശേഷം നമ്മളിങ്ങനെ ഇതിങ്ങനെ അകത്തോട്ട് വെച്ച് ഒരു കൈ അടിയിൽ, ഒരു കൈ അടിഭാഗത്തും ഇങ്ങനെ ഒരു കൈ തള്ളവരൽ മുകളിലും പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഹെം ചെയ്ത് കഴുത്ത് ഫിനിഷിങ് ആക്കണം. ഇങ്ങനെ അടിയിലൊരു ചെറിയൊരു ഇതായി വരാൻ പാടുള്ളൂ. അതിന് ശേഷം ഇങ്ങനെ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മളിങ്ങനെ കൈ പിടിച്ച് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ. ഇങ്ങനത് ഫുള്ള് തുന്നിപ്പോണം. കഴുത്ത് നമ്മൾ ഹെം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫുള്ള് അടിച്ചെടുക്കുന്നത്. സൈഡ് കൂട്ടുള്ളൂ. ഹെം ചെയ്ത് ഫിനിഷിങ് ആക്കിയതിന് ശേഷം സൈഡ് കൂട്ടും. കയ്യും നമുക്കിവിടെ ഹെം ചെയ്തെടുക്കാനുണ്ട്. കഴുത്തിങ്ങനെ തുന്നി തീർത്തതിന് ശേഷം വരാം. നമ്മൾ കൈ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായി. അതിങ്ങനെ ഹെം ചെയ്യണം എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഞാൻ തുന്നി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടെ തന്നെ എടുത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ആദ്യം. അതിന് ശേഷം കൈ ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ തുന്നിയെടുക്കണം.
ഇതിങ്ങനെ തുന്നിയെടുക്കുക. നമ്മളതുമാതിരി തന്നെ ഇവിടെ തുന്നി അവസാനിക്കുമ്പോഴും കെട്ടിട്ട് ഇതിൻ്റെ അകത്തേക്കടെ ഒരു കെട്ടിട്ട് ഇങ്ങനെ അവസാനിക്കുന്നു. 2 കെട്ടിട്ട് കൊടുക്കുക. ഇതടിച്ച് പോകുന്ന ഭാഗമാണെങ്കിലും നമ്മളതിനെ കെട്ടിട്ട് പോകണം. ഇപ്പം നമ്മൾ കഴുത്തൊക്കെ ഹെം ചെയ്തു, കൈയും ഹെം ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ചെസ്റ്റിന് 9 നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹുക്ക് വരുന്ന വശമാണ്. ഹുക്ക് വരുന്ന വശത്ത് നിന്ന് നമ്മൾ 9 ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ 9, 9, 18 നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് ആദ്യം കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. 36 36ൻ്റെ 4 ഭാഗം വരുമ്പോൾ 9. അപ്പോൾ 9 ഇഞ്ച് നമ്മളിവിടെ നിന്ന് ഇത് നമ്മൾ ഹുക്ക് വരുന്ന വടിയിൽ നിന്ന് 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. അതിനുശേഷം നമുക്ക് താഴെ വരുന്നത് വേസ്റ്റ് 29. അപ്പോൾ 7.25 7.25ൻ്റെ ഇവിടെ താഴെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പടി ഒഴിച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. ഹുക്കിടാനുള്ള ആ ഐ ബട്ടൺ വരുന്ന പടി ഒഴിച്ചിട്ട് നമ്മൾ ഇവിടം വരെ 9 ഇഞ്ച് ഇവിടെ വരെ അടയാളപ്പെടുത്തണം. 7.25 ഈ പടി ഒഴിച്ചിട്ട് വേണം 7.25 നമുക്ക് താഴെ മാർക്ക് ചെയ്യേണ്ടത്. ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു നമ്മൾ 9.25 എടുക്കുന്നുണ്ട്. ഇവിടെ ബ്രസ്റ്റിൻ്റെ അവിടെ 9.25. കൈ മാർക്ക് ചെയ്യുന്നത് 2 കൈ ഇങ്ങനെ നേരെ ഇട്ടതിന് ശേഷം കൈ മാർക്ക് ചെയ്യണം. കൈയുടെ അടിവശം നമുക്ക് കിട്ടിയേക്കുന്നത് 5.25. അപ്പോൾ കൈ 2ആക്കി മടക്കി നേരെ ഇട്ടതിന് ശേഷം 5.25 മാർക്ക് ചെയ്യണം. 5.25 ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. എന്നാലാണ് കൈ അടിക്കുമ്പോൾ ജോയിൻറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരുള്ളൂ. ബാക്ക് സൈഡ് നമുക്ക് ഇവിടുന്ന് 9 ഇഞ്ച് അടയാളപ്പെടുത്തണം. താഴെ 7.25 അടയാളപ്പെടുത്തി. ഇപ്പുറ സൈഡും അത് മതി തന്നെ. 2 സൈഡിലും ബാക്ക് സൈഡിൻ്റെ അടയാളപ്പെടുത്തണം. എന്നാലാണ് കറക്റ്റായിട്ട് കൈയുടെ 7.25 അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ കൈയും നമുക്കിവിടെ 2 കൈയും അടയാളപ്പെടുത്തി വെക്കണം. 5.25 താഴത്ത്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കൂട്ടി ഇങ്ങനെ അടിക്കാം. നമ്മളിവിടെ ഒരു 1.25 ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. ഞാൻ കട്ട് ചെയ്ത സമയത്ത് പറയാൻ വിട്ടുപോയതായിരുന്നു. ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മൾ പടി അകത്തോട്ട് മടക്കിയടിക്കാനായിട്ട് ഈ ബാക്ക് സൈഡിൽ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചടിക്കാണ്. അതിനുശേഷം ഇതിങ്ങനെ പതിച്ചടിക്കണം. ഇതിങ്ങനെ നമുക്കിതിങ്ങനെ വച്ച് ഹെം ചെയ്ത് പോകേണ്ടതാണ്, അടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം ഇങ്ങനെ ഒരു ചെറിയ അടിപ്പ് കൊടുത്ത് നമുക്ക് തുന്നിയെടുക്കാനുള്ളതാണ്. നമുക്കിങ്ങനെ ഈ സൈഡ് കൂട്ടിയടിക്കാം.
സൈഡ് കൂട്ടിയടിക്കാനായിട്ട് ആദ്യം നമ്മളിത് ഇവിടെ ഇങ്ങനെ കൈ, അതിനുശേഷം നമ്മളിവിടെ കൈയുടെ ജോയിൻറ്റ് തന്നെ കൊടുത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒപ്പം വരാൻ കരുതി വേണം. ഇതിവിടെ ഇവിടെയും രണ്ടും ഒപ്പം അടുപ്പ് വരണം. അതിനുശേഷം നമ്മൾ താഴേക്ക് അടിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ കറക്റ്റ് രണ്ട് ഇത് ഒപ്പം വരാൻ പാടില്ല. താഴേക്ക് അടിക്കുക. ഒരടിപ്പടിച്ചതിന് ശേഷം നമ്മൾ നോക്കണം ഇതിൻ്റെ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അടിപ്പെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് വരണം. കയറി ഇറങ്ങിയൊന്നും പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമ്മൾ കൈയുടെ ജോയിൻറ്റ് കറക്റ്റായിട്ട് പിടിച്ച് അടിച്ചാലാണ് അവിടെ കറക്റ്റ് അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളിതിങ്ങനെ മടക്കി, കൂടുതലുള്ളതിങ്ങനെ മടക്കി എം ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. ഇപ്പുറ സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് അടുപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 3 ഇങ്ങനെ 4 ഇഞ്ച് ഇതിൽ ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ച് ഇപ്പോൾ പിടിച്ചിട്ടില്ല. അതിൻ്റെ അടിനൂട് തീർന്നു കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ 2 സൈഡിലും 3 അടിപ്പടിച്ച് ഇങ്ങനെ ലൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് ലോക്ക് ചെയ്തെടുക്കണം. ലോക്ക് ചെയ്തിട്ട് നമ്മൾ കുക്ക് വയ്ക്കുന്നത് എങ്ങനെയെന്ന് കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ബാക്ക് സൈഡ് നമ്മളിങ്ങനെ റൺ ചെയ്ത് വയ്ക്കാനുള്ളതാണ്. അതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞുകളെ വരാൻ പാടുള്ളൂ. വലിയതായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഫുള്ളിങ്ങനെ ഷെം ചെയ്തെടുക്കണം. ഈ ഹുക്ക് തുന്നാൻ വേണ്ടിയിട്ട് നൂല് ഞാനിത് 2ആയിട്ട് മടക്കി എടുത്തേക്കുന്ന നൂലാണ്. ഒരു രണ്ടഴയുണ്ട്. ഈ 2 ഇഴ ഇങ്ങനെ മടക്കി എടുത്തേക്കുന്നതാണ്. 4ആയിട്ട് കിട്ടണം നമുക്ക്. സൂചിയുടെ ഉള്ളിയുടെ 2 ഇഴയാണ് കുറക്കണം കേട്ടോ. ഇത് 4 ഇഴയുണ്ട് നമ്മുടെ നൂല്.
ഏറ്റവും മേളിൽ തന്നെ ഇവിടെ പിടിക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കെട്ടിട്ട് കോർക്കണം. വീണ്ടും കെട്ടിട്ടാണ് ലോക്ക് ചെയ്താണ് പോകണം. അതിനുശേഷം ഇപ്പുറ സൈഡ് നല്ലോണം സെക്യൂർ ആക്കിയതിന് ശേഷം മുകളിലോട്ട് തുന്നിയെടുക്കണം. ഇതിൻ്റെ അകത്തേക്കിടാം. അത്യാവശ്യം സെക്യൂർ ആവുന്നവരെ നമ്മളിത് തുന്നി ഉറപ്പിക്കണം. ഇവിടെ നമ്മളത് ഇട്ടു. ഇനി അടുത്ത ഉപ്പ് വയ്ക്കുന്ന സ്ഥലങ്ങൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് പോകണം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തിയാലും മതി. ഇവിടെ കറക്റ്റ് മാർക്കിങ് കിട്ടിക്കോളും. കുക്ക് ഭാഗം മാറ്റിയതിന് ശേഷം അവിടേക്ക് നമുക്കിങ്ങനെ ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരരുത്. ഇതിൻ്റെ ഇങ്ങനെ ഇറക്കി വെച്ച് തിന്നണം. കുറച്ച് ഇത്രയും ഭാഗം ഇറക്കി വെച്ച് തിന്നണം. എല്ലാം തുന്നിയിട്ട് കാണാം. ഇനി നമ്മളിവിടെ ഇവിടെ ഒരു ഹുക്ക് ഇടാനായിട്ട് കുറച്ച് നീക്കി എന്തെങ്കിലും അടിവശത്ത് ലൂസൊക്കെ വരാണെങ്കിൽ കയറ്റിയിടാനുള്ളൊരു ബാറും കൂടി പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്കൂടെ നമ്മളിങ്ങനെ കെട്ടിട്ട് പോവാണ്. അതിനുശേഷം താഴേക്ക് കുത്തിയെടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിട്ട് നിർത്തുക.
ബ്ലൗസിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇതാണ് ആ ഹുക്ക് നമ്മൾ തുന്നിയത്. ഇട്ട് കൊടുക്കുക. ബാക്ക് സൈഡ് ബ്ലൗസിന് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടും എല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഞെക്കാനൊക്കെ ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത നല്ല ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.